സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമരത്തിന് ഒരുങ്ങി സമസ്ത. കോഴിക്കോട് ടൗൺ ഹാളിൽ ഇന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടക്കും. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങൾ നൽകാനായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. സമസ്ത വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ നിലകൊള്ളുകയാണ്. എന്തായിരിക്കും ഈ കൺവെൻഷന്റെ ഫലം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി തുടർന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുക? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ സ്കൂൾ സമയമാറ്റം കൊണ്ടുവരുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് തന്നെ സമസ്ത അതിൽ എതിർപ്പറിയിച്ച് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും ഇതിൽ പരാതിയും സമസ്തയുടെ പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി മുത്തുകോയ തങ്ങൾ തന്നെ പരാതിയും നൽകിയിരുന്നു. ഈ സ്കൂൾ സമയത്തിൽ 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ടും കൂട്ടുന്ന അത് സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വരുന്ന മദ്രസകളെ അത് ബാധിക്കും, മദ്രസ പഠനത്തെ അത് ബാധിക്കുമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി. രാവിലെ 7 മണിക്കും 6 മണിക്കൊക്കെയാണ് മദ്രസ ആരംഭിക്കാറുള്ളത്. അത് ആ സമയത്തെ അത് ബാധിക്കും. കുട്ടികൾക്ക് കൃത്യമായി മദ്രസയിൽ വരാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പരാതിയും നൽകിയിരുന്നത്. എന്നാൽ ആ പരാതി സർക്കാർ മുഖവിലക്കെടുത്തിട്ടില്ല, അതിൽ ചർച്ച തുടങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സമസ്ത നേതാക്കളോട് ചർച്ച ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു സമരപ്രഖ്യാപനം അവർ നടത്തുന്നത്, സമരത്തിനൊരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ ബോർഡിലെ തന്നെ പ്രസിഡന്റായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ തന്നെ പാണക്കാട് ഹമീദ് അലി തങ്ങൾ, ഹാരിസ് ബീരാൻ MP തുടങ്ങിയ ആളുകളാണ് ഈ സമരപ്രഖ്യാപന കൺവെൻഷനിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ആ കൺവെൻഷനിലാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണമോ എന്ന കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കാൻ കൂടിയാണ് സമരപ്രഖ്യാപന കൺവെൻഷനാണ് ഇന്ന് നടക്കുന്നത്. തുടർന്നായിരിക്കും എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക.